ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മുടെ ഗുജറാത്തിൽ ഒരു ദിവസം. അപ്പം തലേന്ന് രാത്രി മോൻ വൃത്തികേടാക്കി വെച്ച റൂം അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ രാവിലെ കുളിക്കേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അടിച്ചു വാരി വൃത്തിയാക്കി ആ റൂമൊന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് കുളിച്ചതിന് ശേഷം ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് ഇതുപോലെ എല്ലാം നീറ്റ് ക്ലിയർ ആക്കിയിട്ട് വൃത്തിയാക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടാകുമ്പോൾ തലേന്ന് രാത്രിയെല്ലാം ആകുമ്പോഴത്തേക്ക് കുറേ കൂറയെല്ലാം ഇങ്ങനെ പാറ്റകൾ ഇങ്ങനെ പായുന്നുണ്ട്. അതിന് മേലെ കൂടിയെല്ലാം നമ്മൾ നാട്ടിൽ പോയി വരുമ്പോഴത്തേക്ക് കൂറകളും പല്ലിയെല്ലാമായിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട്. കാണുന്നതിനെല്ലാം നമ്മൾ പുറത്തേക്കാക്കിയിട്ട് വിടുന്നുണ്ട്. കൂറനെല്ലാം കൊന്നിട്ടും പല്ലിനെല്ലാം പുറത്തേക്ക് വിട്ടിട്ടെല്ലാം ഒഴിവാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ പിന്നെയും കൂറകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കുറേ സ്ഥലത്തിലായിട്ട് ഇങ്ങനെ കൂറ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നശിപ്പിക്കുന്നുണ്ട്. ആദ്യം ഞാൻ സോപ്പും സ്ക്രബും വെച്ചിട്ട് നല്ലോണം ഉരച്ചെടുക്കുക ചെയ്തത്. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് സോപ്പ് വെച്ചിട്ടാകുമ്പോൾ ഡെസോൾ ഉണ്ടായിരുന്നു. അപ്പോൾ സോപ്പ് വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ അത്രയൊന്നും വൃത്തിയാവില്ല. അപ്പോൾ ഡെസോൾ വെച്ചിട്ട് നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ഓയിൽ നമ്മൾ കുറേ യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഓയിലെല്ലാം തെറിക്കുമ്പോൾ കടുകെല്ലാം പൊട്ടുന്ന സമയത്ത് ഓയിൽ ഇങ്ങനെ തെറിക്കുമ്പോൾ ചുമരുമ്മലെല്ലാം ആകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്ര ഡെയിലി തുണി വെച്ചിട്ട് തുടച്ചാലും ചെറിയൊരു പോയിന്റിലെല്ലാം അതിൻ്റെ ആ ഒരു പശയുണ്ടാകും. അപ്പോൾ ചില സമയമായിരിക്കും പൊടിയെല്ലാം പറയുമ്പോൾ അതിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുക. പശ പോലെ തൊടുന്ന സമയത്ത് പശ പോലെ ഇങ്ങനെ ഒട്ടി പിടിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലോണം സ്ക്രബ് വെച്ചിട്ട് ഉരച്ചെടുക്കുന്നുണ്ട്. എന്നാലും വൃത്തിയാക്കാൻ കുറേ ഭാഗങ്ങളുണ്ട്. നമ്മൾ നാട്ടിൽ പോയി വന്നിട്ട് നല്ലോണം റൂമെല്ലാം വൃത്തികേടായിട്ടുണ്ടെങ്കിലും ഓരോ ദിവസം ഓരോ പണിയായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നതുകൊണ്ട് കുറച്ച് ക്ലീനായിട്ട് വരുന്നേ ഉള്ളൂ. റൂമാണെങ്കിലും അലമാരി ആണെങ്കിലും അടുക്കളയാണെങ്കിലും ഷെൽഫാണെങ്കിലും എന്തെന്നായാലും കുറച്ചായിട്ട് ഇങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ. പിന്നെ ആ ഒരു വലത് ഭാഗം ആ ഒരു സ്റ്റൗവിൻ്റെ ഏരിയ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ ഒരു പൈപ്പിൻ്റെ ഏരിയക്ക് തിരിയുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയിട്ടുള്ള പിന്നെ ഷീറ്റാണ് ഇവിടെ വിരിക്കേണ്ടിയിട്ട്. കുറേ ഒട്ടിച്ചിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ കുറച്ച് ദിവസങ്ങളെല്ലാം കഴിയുമ്പം തന്നെ ഇങ്ങനെ ചെറിയ സൈഡ് നിലയിട്ട് ഇങ്ങനെ പറഞ്ഞ് വരുന്നുണ്ടേനും. ക്ലീൻ ആക്കുമ്പോൾ ആണെങ്കിൽ തുണിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ഒട്ടിച്ചതിൻ്റെ തറ്റത്തുള്ള ഭാഗം ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ പിന്നെ കുറച്ചായിട്ട് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുക ഇതിന്. പിന്നെ ഈ ഒരു ഭാഗത്ത് പൈപ്പിൻ്റെ ഈ ഒരു സൈഡിലുള്ളത് ആകുമ്പോഴത്തേക്ക് പിന്നെ വെള്ളമെല്ലാം വീണിട്ട് മണം സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അപ്പോൾ പിന്നെ ഞാൻ വെച്ച് അതേതായാലും പറിച്ചെടുക്കുക. പിന്നെ അത് വെച്ചിട്ട് പിന്നെ ഭയങ്കര മണമായിരിക്കും. അപ്പോൾ അതും അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് പറിക്കാൻ കുറച്ചൊന്ന് ടൈറ്റാണ്. പിന്നെ പക്ഷേ വെള്ളം നിന്നുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ സൈഡിലെല്ലാം മഞ്ഞളുണ്ട്. അത് നമ്മൾ മഞ്ഞൾ ഉറുമ്പായത് കൊണ്ട് മഞ്ഞൾ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ അത് നമ്മൾ അധികം ഉരച്ചെടുത്ത് പോക്കുന്നില്ല. ആ ഒരു ഏരിയയിൽ അങ്ങനെ മഞ്ഞൾ ഉള്ളത് കൊണ്ട് ഉറുമ്പ് വരുന്നില്ല. അടുക്കള ചെറുതാണ്. അടുക്കളേൻ്റെ ഈ ഒരു ചെറിയൊരു മേശ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെയാണ് സ്റ്റൗ വെക്കുന്നതും ചോറ് വാർക്കുന്നതും പാല് കാച്ചി വെക്കുന്നതെല്ലാം ഈ ഒരു സൈഡിൽ തന്നെയാണ്. അടുക്കള ചെറിയൊരു അടുക്കളയാണ്. 2 ബാത്റൂം കൂട്ടി വെച്ചിട്ടാകുമ്പോൾ ആ ഒരു വലിപ്പം മാത്രമേ അടുക്കളക്കുള്ളൂ. പിന്നെ അതുപോലെ ഈ ഒരു ടേബിൾ ഈ ഒരു സംഭവം എന്താ പറയുക അതിന് ഈ ഒരു തട്ട് ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നമ്മളെല്ലാം ചെയ്യുന്നത്. പിന്നെ അപ്പോൾ അതങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ പിന്നെ ഒരു 7:30 ആകുമ്പോഴത്തേക്കന്നെ പാല് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ പാല് വാങ്ങി വെച്ചിട്ട് ഇതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് എല്ലാം തുടങ്ങാന്ന് വെച്ചിട്ട് അങ്ങനെ പാല് കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെള്ളം കൂടി നല്ലോണം തുടങ്ങിയിട്ടുണ്ട്. മൂത്രക്കടച്ചിലുണ്ട്. അപ്പോൾ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നുണ്ട്. ഈ ഒരു കുപ്പീൻ്റെ ബോട്ടിൽ ഞാൻ ആർക്കും കൊടുക്കാണ്ട് വെച്ചിട്ടുള്ള ഞാൻ മാത്രം തന്നെ കുടിച്ചിട്ട് അളവ് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് വെള്ളം കുടിക്കൽ കുറവ് തന്നെ ഞാൻ. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും വെള്ളം കൂടി കൂട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ കുപ്പിയിലെല്ലാക്കിയിട്ട് ബോട്ടിലെല്ലാക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം ഉണ്ടാവും. വന്നാലും പിന്നെയും പഴയ പോലെ തന്നെ ആയിപ്പോവും. പിന്നെ അങ്ങനെ രാവിലെ തന്നെ പിന്നെ ഉപ്പുമാവാക്കി അങ്ങനെ തരി ഉപ്പുമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓനും കൊടുത്ത് ഓനെ കുളിപ്പിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല കളിയിലാണ് മൂപ്പരുള്ളത്. അപ്പം നല്ലോണം കളിക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഈ ഒരു കോമ്പിനേഷനിലാണ് ഞാൻ കഴിക്കുന്നുള്ളത്. ഇതിപ്പോൾ എത്ര ആൾക്കാർ ഇങ്ങനെ കഴിക്കുമെന്നറിയില്ല. ഈ ഒരു കോമ്പിനേഷൻ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതും കഴിഞ്ഞ് പിന്നെ സാമ്പാറാക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയ്ക്ക് ആയിട്ടുള്ളത്. ഉച്ചയ്ക്ക് പിന്നെ ഇങ്ങനെ കളിക്കുമ്പോൾ തന്നെ ഇവരുടെ കൂടെ കളിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് നേരം കളിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ സമയം കുറേ ആയിട്ടുണ്ട്. പിന്നെ 1:30 വരും. അപ്പോഴത്തേക്കെല്ലാം റെഡി ആകണം. അപ്പോൾ വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം കട്ട് ചെയ്ത് പരിപ്പ് മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ച് അപ്പോഴത്തേക്ക് തന്നെ ആ സമയത്ത് തന്നെ സൈഡിൽ പിന്നെ ഇൻഡക്ഷൻ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് പെട്ടെന്ന് ആകും. ഈ ഒരു അരി പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കോളൂ. അതുകൊണ്ട് ഒന്ന് ഓർമ്മയുണ്ടാകണം. ചില സമയം മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ അരി ഇട്ടിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെയായി. പിന്നെ സാമ്പാറിനെ വേവിച്ച് വെച്ച് പിന്നെ വറുത്ത് വെക്കുന്നുണ്ട്. വറുത്ത് അരച്ച് അങ്ങനെ സാമ്പാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം എന്തോ അധികം കഷ്ണങ്ങളൊന്നും ഉടയാണ്ട് കുറച്ചൊരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. സാധാരണ അങ്ങനെയല്ല, ഏതെങ്കിലും കഷ്ണമായിട്ട് എല്ലാം ഉടഞ്ഞിട്ട് കിട്ടും. അപ്പോൾ വെണ്ടക്ക വറുത്ത് വെളിച്ചെണ്ണയിൽ പിന്നെ വറുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ തേങ്ങ കൊത്തും കൂടി ഇട്ടിട്ടുണ്ടേനു.
തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കടുകെല്ലാം വറുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ നേരെ ബീട്രൂട്ട് വറുക്കുന്നുണ്ട്. ബീട്രൂട്ട് വറവും പിന്നെ സാമ്പാറുമാണ്. പാലക്ക് വറുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് പാലക്കെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബീട്രൂട്ട് എടുത്ത് വറുക്കുന്നുണ്ട്. അങ്ങനെ അത് ആയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് നല്ല കാറ്റും മഴയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തലയിൽ താളി തേക്കേണ്ടിയിട്ട് പിന്നെ ഏട്ടനോട് പറഞ്ഞിട്ട് ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ അടുത്ത് ചെമ്പരത്തി പറിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാം എടുത്ത് കഴുകിയിട്ട് കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എന്നിട്ട് കുറച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് ഞാൻ തലയിൽ തേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏട്ടനും തല തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം തേച്ച് പൊളിച്ച് അന്ന് മാർക്കറ്റിൽ പോയ സമയത്ത് 2 ഷമാമ വാങ്ങിയിട്ടുണ്ടേനും. അപ്പോൾ അത് ജ്യൂസാക്കിയിട്ട് കുടിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. ഓനും വലിയ കുട്ടിക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പാലൊഴിച്ചിട്ടും പഞ്ചസാര ഇട്ടിട്ടാണെങ്കിലും ജ്യൂസാക്കിയിട്ട് കുടിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതെനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഹോസ്പിറ്റലിൽ 2 തവണ അഡ്മിറ്റ് ആയ സമയത്ത് പിന്നെ 32 വീക്സിൽ അങ്ങനെ അഡ്മിറ്റ് ആയ സമയത്ത് എനിക്ക് പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ 2-3 കഷ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡെലിവറി കഴിഞ്ഞ സമയത്തും അവിടുന്ന് ഫുഡിൽ പിന്നെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷമാമ് എന്ന് പറയുന്ന സാധനം വിറ്റാമിൻ എയും സിയും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ്. നല്ലൊരു ബെസ്റ്റ് സാധനമാണ്. പിന്നെ അപ്പോൾ അതിൽ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം കട്ട് ചെയ്തിട്ട് കുൽഫി മോഡലിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിലും കുറച്ച് ഓൻ കുടിക്കുമല്ലോ, ഞാനാണെങ്കിലും നമ്മളങ്ങനെ കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കുൽഫി മോഡലിലാക്കിയിട്ട് പിന്നെ മോഡിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രീസറിലാക്കിയിട്ട് കഴിക്കും ഇതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ മുന്നേയുള്ള വീഡിയോസെല്ലാം ഒന്ന് പോയിട്ട് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക്